ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് പിരാരിയിലെ ഹൈടെക് മണ്ഡപമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ ബസ് റൂട്ട് നമുക്ക് പാലക്കാട് മേഴ്സി കോളേജിൻ്റെ അവിടെ നിന്ന് പൂടൂർ പോകുന്ന റൂട്ടാണ്, കോട്ടയൊക്കെ പോകുന്ന റൂട്ടാണ്. ഈ ബസ് റൂട്ട് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മേഴ്സി കോളേജിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഏകദേശം 5.25 സെൻറ്റ് സ്ഥലം ഇഷ്ടികല കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർപ്പൊക്കെ കഴിഞ്ഞു. 2 നിലയിലായിട്ട് 4 ബെഡ്റൂമുള്ള വീടാണ്. 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. വീട് ഈസ്റ്റ് ഫേസ് ആയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് കാർ പോർച്ചും കാര്യങ്ങളും സെറ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു സൈഡ് മൊത്തം നല്ല പാടത്തിൻ്റെ വ്യൂ ഉണ്ടാവും. ഇപ്പോൾ പാടമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പാടത്തിൻ്റെ നല്ല കാറ്റും കാര്യമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയാണ്. നമുക്ക് കാർ നിൽക്കുന്നില്ലേ, അവിടെ നമുക്ക് റോഡ് കാണണം. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാർ പോർച്ച് കിട്ടും. ഇനി ബ്രദേഴ്സിനൊക്കെ 2 വീട് അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു വീടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് അടുത്തടുത്ത് വീട് എടുക്കാം. ഇത് 5.25 സെൻറ്റ് സ്ഥലം പറയുമ്പോൾ 5.25, 5.5, 5.30 അങ്ങനെ ഒരു ഓരോന്നിലും ഓരോ സൈറ്റിലും അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. എല്ലാം 4 ബെഡ്റൂമായിട്ടുള്ള വീടുകളാണ് കേട്ടോ. ഇവിടെ ആൾറെഡി ഒരു വഴിയാണ് ബാക്ക് സൈഡിൽ കണ്ടല്ലേ. കംപ്ലീറ്റ് ഇഷ്ടിക കൊണ്ടുള്ള കെട്ടാണ്. ബെൽറ്റ് വാർപ്പ്, അതുപോലെ ലിൻഡൽ വാർപ്പ്, അതിൻ്റെ മേലേക്കുള്ള ഇതും അങ്ങനെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഓണറോട് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യുന്ന വർക്കിൽ ടൈൽസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ ബാക്കി വർക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നേരിട്ട് വന്ന് കണ്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ല, ഈ ഒരു സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി പ്രോപ്പർട്ടിക്ക് ഇതിന് ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. കംപ്ലീറ്റ് മരത്തിൻ്റെ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം കണ്ടു, കാരണം അപ്പുറത്തെ വീട് കാണില്ലേ, അതും നമുക്ക് കൊടുക്കാനുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്രദേഴ്സിന് വേണമെങ്കിൽ ഇതും അതുമായിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ അടുത്തടുത്തുള്ള വീട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കയറുന്ന വഴിക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ കാർ പോർച്ച് ആയിരിക്കും ഈ ഭാഗത്ത് വെളിയിൽ. ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയ, കിഴക്ക് ഫേസ് ചെയ്തിട്ട വീട്. അവർക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് അറിയണ്ടല്ലോ, മൊത്തം ജസ്റ്റ് കെട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കണ്ടില്ല, ഡൈനിങ് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വെളിച്ചമുണ്ട്. ഇപ്പോഴും എവിടെയും ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള വെളിച്ചത്തിൽ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അടുക്കള ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. മേലെയും നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസിനുള്ള ഇത് വിട്ടിട്ടുണ്ട്. സ്ലാബ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം താഴെ കിട്ടുന്നത്. ഇതും അറ്റാച്ച്ഡ് ആണ്. അല്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 11-12, 12-12 എന്നുള്ള ലെവലിലേക്കുള്ള വലുപ്പത്തിലുള്ള റൂമുകളാണ്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് അടുത്ത ഒരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. ഇതേ സൈസിൽ നമുക്ക് മേലെയും 2 ബെഡ്റൂമാണ് വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെളിച്ചം, വിൻഡോസൊക്കെ തുറന്നിട്ട് നല്ല കാറ്റും കാര്യം കിട്ടും. കംപ്ലീറ്റ് അവിടെ പാടശേഖരങ്ങളാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. അപ്പം ഇതിലൊക്കെ ഇപ്പോൾ ഒരാൾ വന്ന് ഇഷ്ടപ്പെട്ട് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ, കാരണം ഇത് ഇപ്പോൾ ബസ് റൂട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 100 മീറ്റർ തേച്ചുള്ളൂ. കയറുന്ന വഴിക്ക് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലാൻഡിങ്ങിലും നമുക്ക് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ആ ഒരു ശരിക്കും പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ചെറിയൊരു സ്പേസ് കിട്ടും, അത്ര വലുതെന്ന് പറയാനില്ല. നല്ല താഴത്തെ അതേ സൈസിൽ 2 ബെഡ്റൂം വേറെ വരുന്നുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കാണ്ട് 2 ബ്രദേഴ്സിന് ഒരുമിച്ച് അടുത്തടുത്ത് വീട് വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ബസ് റൂട്ടിൽ നിന്ന് അധികം ദൂരമില്ല, കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് KSRTC നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4 കിലോമീറ്റർ ഉള്ളൂ. ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ, ലുലു മാളിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു 9 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിക്കുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിന് ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. ഇതിപ്പോൾ അടുത്തൊരു ബെഡ്റൂം അല്ല, ഇവിടെ നിന്നുള്ള മേലെ നിന്നുള്ള റൂമിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ, നല്ല മനോഹരമായിട്ട് നല്ല കാറ്റും കാര്യമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ 2 ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ആ ഫ്രണ്ടും ആ വ്യൂവും എല്ലാം കിട്ടുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് നടക്കുകയാണ്, ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീട് നമുക്ക് കൊടുക്കണം. ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ കേട്ടോ. ഈ ഒരു ഏരിയ മാത്രം ഫുള്ള് പാടങ്ങളുമാണ്. അപ്പോൾ നല്ല കാറ്റും വെളിച്ചും കിട്ടാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ പറഞ്ഞു 60 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.